Hi all. In this lecture, we will continue with the problems of section 2.4. Before going to the problem, first let me discuss about a small function, small properties of a function that is known as continuity of a function and different types of discontinuities of a function. For a function f of x which is defined in a domain D, a function f is said to be continuous at a point P, let it be x equal to a, if the following conditions holds. Number one, f of x is defined at x equal to a. That is, in other words, if f of a exists. And number two, limit x tend to a f of x exists. Limit of a function at the point a should exist, or a function is said to have a limit at a point if it has left hand limit and right hand limit and both should be equal. That is, if limit x tend to a minus f of x, a minus, the minus sign denotes the left hand limit, is equal to limit x tend to a plus f of x. Okay, and the third condition is the limit of the function should be equal to the value of the function at that point. So limit of f of x at x equal to a should be equal to the value of the function at the point a. Then we can say that f is continuous at the point x equal to a. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദ ഫംഗ്ഷൻ ഷുഡ് ബി ഡിഫൈൻഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ദാറ്റ് മീൻസ് എഫ് ഓഫ് എ എന്നുള്ള വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് രണ്ടാമത്തെ കണ്ടീഷൻ എന്നുള്ളത് എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ആ പോയിന്റിൽ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. എപ്പോഴാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്ത് നോക്കിയാലും റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, അതായത് റൈറ്റ് ആ പോയിന്റിലേക്ക് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്തപ്പോഴും ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും ഒരേ വാല്യൂ തന്നെയാണ് ഉള്ളത് എന്ന് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പോഴാണെങ്കിൽ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഏത് പോയിന്റ് ആണോ, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എ എന്നുള്ള പോയിന്റ് ആണെങ്കിൽ എഫ് ഓഫ് എ എക്സിസ്റ്റ് ചെയ്യണം, ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എഫ് ഓഫ് എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം, ആൻഡ് both the values should be equal. That is the third condition. Limit extend to a f of x എന്നുള്ളത് എന്തിനോട് ഈക്വൽ ആവണം? എഫ് ഓഫ് എനോട്, ആ ഫംഗ്ഷന്റെ ആ പോയിന്റിലുള്ള വാല്യൂവിനോട് തന്നെ ഈക്വൽ ആണെങ്കിൽ we can say that f is continuous at a point x equal to a. If f is continuous for all points in the domain, for all x belongs to the domain D, we can say that f is a continuous function. Okay, so now let us discuss about the discontinuities. So discontinuities may be of again may be of three types. One, ഏതൊക്കെ രീതിയിൽ ഡിസ്കണ്ടിന്യൂറ്റീസ് വരാം? ഒന്നുകിൽ എഫ് ഓഫ് എ എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം, ഇനി എക്സിസ്റ്റ് ചെയ്യാം, അതുപോലെ എന്ത് വരാം, എഫ് ഓഫ് എ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് രണ്ടും ഡിഫറെൻറ്റ് വാല്യൂസ് വരാം. ഇനി അതല്ലാതെ ലിമിറ്റ് തന്നെ എക്സിസ്റ്റ് ചെയ്യാത്ത കേസും വരാം. അപ്പോൾ ഡിഫറെൻറ്റ് രീതിയിൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാം, എഫ് ഓഫ് എനോട് ഈക്വൽ അല്ലാതിരിക്കാം. ഇനി സപ്പോസ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്, അതിനനുസരിച്ച് നമുക്ക് ഡിസ്കണ്ടിന്യൂറ്റീസ് പറയാൻ പറ്റും. അതായത് കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ്സിനെയാണ് നമ്മൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, ഡൊമൈനിലുള്ള ഒരു പോയിന്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ തന്നെ ഹോൾ കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റില്ല. കണ്ടിന്യൂസ് എന്ന് പറയണമെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ അത് അതിൻ്റെ ത്രൂ ഔട്ട് ഡൊമൈനിൽ എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം. ഓരോ പോയിന്റ്, ഈച്ച് ആൻഡ് എവറി പോയിന്റ് ഇൻ ദ ഡൊമൈൻ ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ്. Now what are the types of discontinuities? Let us check.
So mainly there are three types of discontinuities. One is removable discontinuity, and the second one is jump discontinuity, and the third one is infinite discontinuity. ഇവിടെ ഫിഗർ ഒക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഫസ്റ്റത്തെ ഫിഗർ നോക്കുക. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. എന്താ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? എഫ് ഓഫ് എ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? യെസ്, എഫ് ഓഫ് എ എന്നുള്ളത് ഏതാണ്? എഫ് ഓഫ് എ എന്നുള്ള വാല്യൂ നോക്കിക്കേ, ഇതാണ് എഫ് ഓഫ് എ അല്ലെ. സോ എഫിന് എ എന്നുള്ള പോയിന്റിലുള്ള വാല്യൂ ആണ് ഇത് അല്ലെ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ്, ഇതാണ് ആ പോയിന്റ്, ഗ്രാഫിലുള്ള പോയിന്റ് എന്നുള്ളത് ഇതാണ്. ഇത് സർക്കിൾ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റ് അവിടെ ഇല്ല എന്നുള്ളതാണ്, ഗ്രാഫിലില്ല. സോ എഫ് ഓഫ് എ എന്നുള്ള വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ്. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ, വാട്ട് ഇസ് ദ സെക്കൻഡ് കണ്ടീഷൻ? ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? വാട്ട് ഈസ് ദ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്? ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു പോയിന്റിൽ സർക്കിൾ എന്താണ് ഉള്ളത്, ആ പോയിന്റ് ഏതാണ്, ആ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഇനി റൈറ്റിൽ നിന്ന് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴും, അതായത് എന്ന് ഇങ്ങനെ വരുമ്പോഴും ഇവിടുന്ന് വരുന്നതിനനുസരിച്ച് ബാക്കിയുള്ള വാല്യൂസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അതായത് ഇവിടെയുള്ള ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്നുള്ളത് ഇവിടെയാണ് വരിക. ഇനി കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു പോയിന്റിനോട്, ഇവിടെയുള്ള ഈ സർക്കിൾ ഏത് പോയിന്റിനാണോ ഡിനോട്ട് ചെയ്യുന്നത് ആ പോയിന്റിനോട് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻ ടു എ എഫ് ഓഫ് എക്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്? ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇത് രണ്ടും ഈക്വൽ അല്ല. ദീസ് ടു ആർ നോട്ട് ഈക്വൽ. സോ സച്ച് ടൈപ്പ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റിനെ നമ്മൾ പറയുന്നതാണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്നുള്ളത്. ആ റിമൂവ് ചെയ്യാൻ പറ്റും ആ ഡിസ്കണ്ടിന്യൂറ്റി. എങ്ങനെ റിമൂവ് ചെയ്യാം? ഈ ഫംഗ്ഷന്റെ വാല്യൂ നമ്മൾ റീഡിഫൈൻ ചെയ്താൽ മതി അല്ലെ. എഫ് ഓഫ് എ എന്നുള്ളത് ഇവിടെ നമ്മൾ എടുത്തതിന് പകരം ഈ സർക്കിൾ ഇട്ടിട്ടുള്ള ആ പോയിന്റ് തന്നെ നമ്മൾ എഫ് ഓഫ് എ ആയിട്ട് ചൂസ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ലിമിറ്റിംഗ് വാല്യൂവും ഈക്വൽ ആവും, അതുപോലെ എഫ് ഓഫ് എയും അതിനോട് ഈക്വൽ ആവും. അപ്പൊ ലിമിറ്റ് എന്താണോ അത് തന്നെ ഫംഗ്ഷന്റെ വാല്യൂമായിട്ട് നമ്മൾ റീഡിഫൈൻ ചെയ്താൽ ഈ ഫംഗ്ഷനെ നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരം ഡിസ്കണ്ടിന്യൂറ്റീസിനെയാണ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അതായത് ഈ ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നൗ നെക്സ്റ്റ് അടുത്തത് എന്താണ്? അടുത്ത ഡിസ്കണ്ടിന്യൂറ്റി എന്നുള്ളത് ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. ഫിഗർ 2 നോക്കുക. അതെന്താണ്? ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. എന്താണ് ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി? ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതായത് ലിമിറ്റ് തന്നെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുക. അതായത് എയിൽ നിന്ന് നമ്മൾ എനെ അപ്രോച്ച് ചെയ്യുന്നത് ലെഫ്റ്റ് എന്നാണെന്ന് വിചാരിക്കാം. അതായത് എനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ്, എന്നാൽ എനേക്കാളും ചെറുതുമായിട്ടുള്ള വാല്യൂസ് നിന്ന് എയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഒരു പോയിന്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ റൈറ്റിൽ നിന്ന് വരികയാണെന്ന് കരുതുക. റൈറ്റിൽ നിന്ന് വരുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റൈറ്റിൽ നിന്ന് വരുന്നതിനനുസരിച്ച് ഇവിടെയാണ് ഫംഗ്ഷൻ വാല്യൂ. അപ്പോൾ ക്ലോസ് ആക്കി എടുക്കും തോറും നമുക്ക് ഈ ഒരു പോയിന്റിലേക്കാണ് ഇത് അപ്രോച്ച് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻ ടു എ മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻ ടു എ പ്ലസ് എഫ് ഓഫ് എക്സും എന്തല്ല? ഈക്വൽ അല്ല. ദാറ്റ് മീൻസ് ലിമിറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഡിഫറെന്റ് ആണ്. സോ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് ഇവിടെ പറയാം. അപ്പൊ ഇത്തരം ഡിസ്കണ്ടിന്യൂറ്റിയാണ് ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഇനി സപ്പോസ് ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ഇനി എന്താണ് തേർഡ് വൺ? ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി. എന്താണ് ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി? ഇവിടെ നമ്മൾ നോക്കുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇത് ഫംഗ്ഷൻ പോകുന്നത് ഇൻഫിനിറ്റിയിലോട്ടാണ്. സോ ലിമിറ്റ് എക്സ് ടെൻ ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് എന്താണ്? ഒരു ഫൈനൈറ്റ് നമ്പർ ആണോ? അല്ല, ഇൻഫിനിറ്റി ആണ്. ആൻഡ് ലിമിറ്റ് എക്സ് ടെൻ ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എടുത്താലോ? അപ്പൊ ഈ വരുന്നത് നോക്കുക. റൈറ്റിന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ എങ്ങനെയാണ്? ഇങ്ങനെ താഴോട്ടാണ് പോകുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മൈനസ്, ഇറ്റ് ഗോസ് ടു മൈനസ് ഇൻഫിനിറ്റി, നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നു. ദാറ്റ് മീൻസ് അപ്പോഴും ഫംഗ്ഷൻ എന്തല്ല? എ എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. അപ്പൊ അത്തരം ഡിസ്കണ്ടിന്യൂറ്റിനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതും ഇൻഫിനിറ്റ് ലിമിറ്റ് ആണ് വരുന്നത്. അതേസമയം നമ്മൾ സെക്കൻഡ് കേസിൽ ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റിയിൽ എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യും, പക്ഷെ ദേ ആർ നോട്ട് ഈക്വൽ. അത് രണ്ടും ഫൈനൈറ്റ് വാല്യൂസ് ആണ്, പക്ഷെ അവ രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സെക്കൻഡ് കേസും തേർഡ് കേസും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസാണ്. പക്ഷേ സെക്കൻഡ് കേസിൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഫൈനൈറ്റ് വാല്യൂ ആണ്.
അതേസമയം ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റീസിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒക്കെ പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി? റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റിയിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, ബട്ട് ഇറ്റ് നീഡ് നോട്ട് ബി ഈക്വൽ ടു ദ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. അതാണ് അവിടുത്തെ ഡിസ്കണ്ടിന്യൂറ്റി. സോ അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസ്കണ്ടിന്യൂറ്റി ആണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. നമുക്കൊന്ന് ഫംഗ്ഷനെ റീഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതേസമയം ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റിയും ഇൻഫിനിറ്റ് ഡിസ്കണ്ടിന്യൂറ്റിയും അങ്ങനെയല്ല. അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റീസിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമ്മുടെ പ്രോബ്ലം എന്നുള്ളത് ഓക്കെ, so this is our problem. Okay, solve the initial value problem. Y dash plus 2y equal to g of t, y of 0 equal to 0, where g of t equal to 1 when 0 less than or equal to t less than or equal to 1 and 0 if t is greater than 1. അപ്പോൾ ഇവിടെ നോക്കാം, ഈ ഒരു പ്രോബ്ലത്തിൽ എന്താണ് പ്രശ്നം? ഇവിടെ നമുക്ക് എന്താ പറയുക, ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു ഗിവൺ ഇക്വേഷൻ എന്താണ്? y dash plus y dash plus 2y equal to g of t എന്നാണ് തന്നിട്ടുള്ളത്. സോ ഇക്വേഷൻ ലീനിയർ ഫോമിൽ തന്നെയാണുള്ളത്. ആൻഡ് y of 0 equal to 0. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്തിട്ട് y കണ്ടുപിടിക്കണം. y equal to some function of t എന്നുള്ള രീതിയിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യണം, സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ g of t എന്നുള്ളൊരു ഫംഗ്ഷൻ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് തന്നാൽ ഒരു സിംഗിൾ ഫംഗ്ഷൻ പോലെ വരുന്നതായിരുന്നു. പക്ഷെ ഇവിടെയുള്ള ഈ ഫംഗ്ഷൻ എന്താണ്? ഒരു ഇന്റർവെല്ലിൽ 0 to 1 വരെയുള്ളതിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ്, ആൻഡ് t ഗ്രേറ്റർ ദാൻ 1 വേറൊരു പെർട്ടിക്കുലർ വാല്യൂ. ദാറ്റ് മീൻസ് g of t എന്നുള്ള ഇത്തരം ഫംഗ്ഷനാണ് പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. g of t എന്നുള്ളത് ഇവിടെ എന്താണ്? പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. നമുക്കറിയാം ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ എക്സിസ്റ്റൻസ് ആൻഡ് യുണീക്നെസ് തിയറം വെച്ചിട്ട് നമുക്കിതിന് യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് പറയാം. എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്ന ഇന്റർവെല്ലും പറയാൻ പറ്റും, സോൾവ് ചെയ്യാതെ തന്നെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത്, ഇവിടെ പി ഓഫ് ടി എന്നുള്ള ഫംഗ്ഷൻ, ഹിയർ പി ഓഫ് ടി ഈസ് ഈക്വൽ ടു 2 ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലെ, കോൺസ്റ്റന്റ് ആണ്. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് for all t in the domain, for all t belong to R എന്നെടുക്കാം നമുക്ക്. Okay, and what about g of t? g of t യുടെ കണ്ടിന്യൂറ്റി നമുക്ക് അറിയില്ല അത് എങ്ങനെയാണ് വരുന്നതെന്ന്. It is given that 0 less than or equal to t less than or equal to 1, its value is 1, and it is 0 when t greater than 1. So അതിന്റെ ഗ്രാഫ് നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ g of t എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? 0 to സപ്പോസ് ഇതാണ് 1 എങ്കിൽ 0 എന്നാണ് ഇത് ഫംഗ്ഷൻ ഡൊമൈൻ വരുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് 0 to let this be y equal to 1. So g of t when 0 to 1, from 0 to 1 it is 1, isn't it? And this point is there, and from t greater than 1, the value is what? Value is 0. But this point is not, 1 is not in the, 0 is not here in the value. So at the point 1, function value is 1. So g of 1 is 1, not 0. So 0 is excluded. So this will be the graph of g of t. And from this graph നമ്മൾ നേരത്തെയുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? വാട്ട് ഇസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് 1ലേക്ക് ലെഫ്റ്റ് എന്ന് വരിക. 1ലേക്ക് ലെഫ്റ്റ് എന്ന് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫംഗ്ഷൻ ഇതാ
ഇവിടെയുള്ള ഒരു പോയിന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്നത് ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെയാണ്. അതായത് ക്ലോസ് ആയിട്ട് എടുക്കുന്തോറും കറസ്പോണ്ടിങ് ആയിട്ട് ഇത് വണ്ണിനോടാണ് ക്ലോസ് ആവുന്നത്. ദാറ്റ് മീൻസ് ലിമിറ്റ് എക്സ് ടെൻ ടു വൺ മൈനസ് എഫ് ഓഫ് എക്സ് എന്താണ് 1 ആണ്. ആൻഡ് ലിമിറ്റ് എക്സ് ടെൻ നോട്ട് എഫ് ഓഫ് എക്സ് ഹിയർ അവർ ഫംഗ്ഷൻ ഈസ് g of t. Sorry, g of t. So t tends to. So t tends to 1 plus g of t എന്താ സംഭവിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, ഇവിടെ എല്ലാം 0 ആണ്. ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഇത് 0 ആണ്. And 0, 1 and 0 are not equal. So limit does not exist. പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് തരം ഡിസ്കണ്ടിന്യൂറ്റി ആണ്? ഇത് ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി ആണ് ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ്, അതായത് ഓരോ ഇന്റർവെല്ലായിട്ട് സെപ്പറേറ്റ് എടുത്തിട്ട് ചെയ്യേണ്ടി വരും. പിന്നെ അത് കൂടാണ്ട് മറ്റൊരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മുടെ ഇക്വേഷൻ എന്നുള്ള എന്താണ് y ഡാഷ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരുന്ന ഫംഗ്ഷൻ എന്നുള്ളത് എന്തായിരിക്കണം? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഡിഫറൻഷ്യബിൾ ആവുന്ന ഫംഗ്ഷൻ ആയിരിക്കും. ഡിഫറൻഷ്യബിൾ ആവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? എന്തായാലും കണ്ടിന്യൂസും ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ, ഈ ഒരു ജി ഓഫ് ടി എന്നുള്ളത് ഒരു ഇന്റർവെല്ലിൽ 1 എന്നുള്ള വാല്യൂ ഇട്ടിട്ടും അതുപോലെ ഗ്രേറ്റർ ദാൻ 1ൽ ജി ഓഫ് ടി 0 എന്ന് പറഞ്ഞിട്ടും രണ്ട് സെപ്പറേറ്റ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യും. എന്നിട്ട് കണ്ടിന്യൂറ്റി പ്രോപ്പർട്ടി വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് രണ്ടും കൂടിയതെല്ലാം ഉപയോഗിച്ചിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യാന്നുള്ളത്. സോ ഓക്കെ, അപ്പോൾ y ഡാഷ് ഫസ്റ്റ് ഞാൻ എടുക്കുന്നു g ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതിനിപ്പോൾ ഇവിടെ p ഓഫ് ടി g ഓഫ് ടി 1 എടുത്തു, p ഓഫ് ടി 2 ആണ്. സോ ബോത്ത് p ഓഫ് ടി ആൻഡ് g ഓഫ് ടി ആർ കണ്ടിന്യൂസ്. p ഓഫ് ടിയും g ഓഫ് ടിയും എന്തായി? കണ്ടിന്യൂസ് ആയി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇതിനൊരു യുണീക് സൊല്യൂഷൻ ഈ ഒരു ഇന്റർവെല്ലിൽ, ഏത് ഇന്റർവെല്ലിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 യുണീക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ഇനി അത് ഏതാണ് യുണീക് സൊല്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ഇക്വേഷൻ റൈറ്റിംഗ് വൺസ് അഗെയിൻ, y ഡാഷ് പ്ലസ് 2y is equal to 1, and with the initial condition we have given that y of 0 is equal to 0, isn't it? With the condition y of 0 equal to 0. Okay, by considering this equation, equation number 1, we know that it is in linear form, isn't it? So linear equation we can solve by the method, that is method of integrating factor. So what is our integrating factor here? Mu of t. Mu of t is equal to e raised to integral p of t dt. And what is p of t? P of t is 2. So this is 2 dt, e raised to integral 2 dt. So e raised to 2t is the integrating factor. So solution is y into integrating factor e raised to 2t is equal to integral of q of t. Q of t here is 1 into e raised to 2t dt. So solving this, you will get it as this e raised to integral of e raised to 2t is e raised to 2t by 2 plus c. Hence we can write the equation as y of t is equal to 1 by 2 plus c e raised to minus 2t. Now we have to find the value of c1. Let it be c1. So c1, for that we have given that y of 0. 0 is a point in this interval. So we are calculating we are taking g of 1 equal to 1 in this interval. So 0 is a point in this interval. So we can apply y of 0 equal to 0. So we will get 0 equal to 1 by 2 plus c1. So this implies c1 equal to minus 1 by 2. Okay. Therefore we will get y of t. y of t എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? തൽക്കാലം ഇത് ഈ ഒരു ഇന്റർവെല്ലിലുള്ള സൊല്യൂഷൻ ആയതുകൊണ്ട് let it be y1 of t.
അപ്പോൾ y1 of t എന്നുള്ളത് നമുക്ക് എങ്ങനെ കിട്ടി 1/2 മൈനസ് 1/2 e raised to minus 2t. ഏത് ഇന്റർവെല്ലാണ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി ഓൾസോ ഫോർ ടി ഗ്രേറ്റർ ദാൻ 1, ടി ഗ്രേറ്റർ ദാൻ 1 എടുത്താൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു g of t എന്നുള്ള ഫംഗ്ഷൻ ഇതിന് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? g of t ഈ ഒരു ഇന്റർവെൽ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടുന്ന് ഇതുവരെയുള്ള റീജിയൻ, ഇവിടെ ഇത് കംപ്ലീറ്റ് ഈ ഒരു പോയിന്റ് വരെ 1 വരെ എന്താണ്, ഇത് കണ്ടിന്യൂസ് തന്നെയാണ് അല്ലെ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇവിടെ ഉള്ള ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റ് എടുത്ത് ഇതിന്റെ ലെഫ്റ്റ് നിന്ന് റൈറ്റ് കൺസിഡർ ചെയ്താലും റൈറ്റ് നിന്ന് കൺസിഡർ ചെയ്താലും അപ്രോച്ച് ചെയ്താലും ഒക്കെ ഒരേ പോയിന്റിലോട്ട് തന്നെ ആയിരിക്കും ഫംഗ്ഷന്റെ വാല്യൂം വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതുവരെ, അതായത് ഇത് കണ്ടിന്യൂസ് ആണ്, ഇതുവരെയുള്ളത് കണ്ടിന്യൂസ് ആണ്. ആൻഡ് ടി ഗ്രേറ്റർ ദാൻ 1ലും g of t എന്താണ്, ടി ഗ്രേറ്റർ ദാൻ 1ൽ g of t ഈക്വൽ ടു 0 എന്നാണ്. സോ അതും കണ്ടിന്യൂസ് ആണ്. അപ്പൊ പിന്നെ ഇവിടെ പ്രശ്നം വരുന്നത് അറ്റ് ടി ഈക്വൽ ടു 1ലാണ് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ടാവുക. അത് നമ്മൾ ഇവിടെ പറഞ്ഞു ടി ഈക്വൽ ടു 1ൽ എന്താണുള്ളത്, ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി ആണെന്നുള്ളത് നമുക്ക് ഗ്രാഫിൽ തന്നെ ക്ലിയർ ആയി. ഓക്കെ, സോ നമ്മുടെ ഇതേ ഫംഗ്ഷൻ തന്നെയാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ y1 of t, അതായത് g of t ഈക്വൽ ടു 1 ഫസ്റ്റ് ഇന്റർവെൽ കൺസിഡർ ചെയ്തപ്പോൾ അവിടെയുള്ള സൊല്യൂഷൻ എന്നുള്ളത് ഈ ഒരു ഫോമിലാണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, t ഗ്രേറ്റർ ദാൻ 1ൽ സൊല്യൂഷന്റെ ഫോം കൂടി നോക്കണം. സോ വെൻ t ഗ്രേറ്റർ ദാൻ 1 ഹിയർ ഓൾസോ g of t ആൻഡ് p of t എന്നുള്ളത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, ഓൾവേസ് കണ്ടിന്യൂസ്. സോ ഹിയർ ഓൾസോ g of t ആൻഡ് p of t ഈസ് കണ്ടിന്യൂസ് തന്നെയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, പി ഓഫ് ടിയും ജി ഓഫ് ടിയും കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. ഇനി നമ്മളത് വെച്ചിട്ട് ചെയ്യുന്നു y ഡാഷ് പ്ലസ് 2y ഈക്വൽ ടു എന്താ, ജി ഓഫ് ടി 0 ആണ്. നൗ ദിസ് ഒന്നുകിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഈ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ദിസ് ഇസ് എൻ സെപ്പറബിൾ ഇക്വേഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് y ഡാഷ് ഈക്വൽ ടു മൈനസ് 2y എന്ന് എഴുതാം. y ഡാഷ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി dy ബൈ ഡി ടി ആണ്. സോ dy ബൈ ഡി ടിനെയാണ് നമ്മൾ മൈനസ് 2y എന്ന് എഴുതിയിട്ടുള്ളത്. അതൊന്ന് വാരിയബിൾ സെപ്പറേറ്റ് ചെയ്തെടുത്താൽ dy ബൈ y ഈസ് ഈക്വൽ ടു മൈനസ് 2 ഡി ടി എന്ന് എഴുതാം. ഓക്കെ, സോ അതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, y2 ഇസ് ഈക്വൽ ടു സെക്കൻഡ് സൊല്യൂഷൻ എന്നുള്ളത് y2 ആയിട്ട് എടുക്കാം. സം കോൺസ്റ്റന്റ് c2ന്റെ a റേസ് ടു മൈനസ് 2t എന്ന് വരും. അത് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി t ഗ്രേറ്റർ ദാൻ 1ൽ. ഓക്കെ, അഗെയിൻ ആ തിയറം വെച്ചിട്ട് ഇതിനെ എക്സിസ്റ്റൻസ് ആൻഡ് യൂണിക്നെസ് തിയറം വെച്ചിട്ട് ഇതെന്താണ് യൂണിക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ c2നെ വാല്യൂ അറിയണം. c2 എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം, ഇവിടെയുള്ള ഡൊമൈനിൽ എന്താണ്, ടി ഗ്രേറ്റർ ദാൻ 1 ആണ് ഇന്റർവെൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ y ഓഫ് 0 ഈക്വൽ ടു 0 എന്നുള്ളത് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല മീൻസ് അതായത് ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പുതിയതായിട്ട് കിട്ടാൻ പോകുന്നില്ല. സോ അപ്പോൾ പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം, അതായത് ഈ ഒരു ഇക്വേഷന്റെ സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു y1 ഈസ് ദ സൊല്യൂഷൻ ഫോർ ടി ഫോർ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു. നൗ ആൻഡ് y2 ഈസ് ദ സൊല്യൂഷൻ for t greater than 1. t greater than 1ൽ y2 ആണ് സൊല്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ y1 അറ്റ് 1 എടുത്താലും y2 അറ്റ് 1 എടുത്താലും സെയിം വാല്യൂ ആയിരിക്കും അറ്റ് y അറ്റ് 1 അല്ല, y ഓഫ് 1നോട് ഈക്വൽ ആയിരിക്കും. സോ y1 അറ്റ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വാല്യൂ, y1 അറ്റ് 1 y1 ഓഫ് t എന്നുള്ളത് നമുക്ക് കിട്ടിയ എന്താണ്, വി ഹാവ് y1 ഓഫ് t ഈസ് ഈക്വൽ ടു 1/2 മൈനസ് 1/2 e റേസ് ടു മൈനസ് 2t. സോ y1 അറ്റ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, y1 അറ്റ് 1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ ആൻഡ് y2 അറ്റ് 1 എന്താണ്, c2 into e raised to minus 2, c2 e raised to
minus 2. So ഇത് രണ്ടും equate ചെയ്യാം. Since y is continuous, y എന്ന് പറഞ്ഞ സൊല്യൂഷൻ കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് തന്നെ ഇത് രണ്ടുമാണ് സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ y1 at 1ഉം y2 at 1ഉം ഈക്വൽ ആവണം. അത് രണ്ടും കൂടെ ഇപ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുക 1/2 ഈക്വൽ ടു c2 e raised to minus 2 എന്നാണ്. സോ ഇതിൽ നിന്ന് കിട്ടുന്നത് c2 is equal to e square by 2. സോറി, y2 at 1 എന്നുള്ളത് c2 into e raised to minus 2 അല്ല, y2 at 1 y2 at 1 എന്നുള്ള എന്താണ് 1/2 minus 1/2 e raised to minus 2. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? y1 at 1 എന്താണ്? And one more thing, y2 at 1 എന്നുള്ളത് സോറി ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? y1 at 1 എന്നുള്ളത് 1/2 minus 1/2 e raised to minus 2t എന്നാണ്. ആൻഡ് സോ y കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്കൊരു കാര്യം പറയാം. സിൻസ് y ഈസ് കണ്ടിന്യൂസ്, y1 at 1 should be equal to y2 at 1. Okay. y2 at 1 equal ആവണം. So what is y1 at 1? y1 at 1 is 1/2 minus 1/2 e raised to minus 2. y2 at 1 is c2 e raised to minus 2. Therefore, combining both, 1/2 minus 1/2 e raised to minus 2 equal to c2 e raised to minus 2. That is 1/2 into e square minus 1 into e raised to minus 2 equal to c2 e raised to minus 2. This implies c2 equal to 1/2 into e square minus 1. So this is our c2. Hence, the solution is of the form y of t. Solution is of the form y of t is equal to 1/2 minus 1/2 e raised to minus 2t when 0 less than or equal to t less than or equal to 1, and 1/2 into e square minus 1 into e raised to minus 2t when t is greater than 1. So this is the solution. IVP. And one more thing we can check is എന്തായിരിക്കും y dash എന്താ വരാനുള്ളതും കൂടി നമുക്ക് ഇവിടെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. y dash ഇവിടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ് ഓരോന്നിലും, അതുകൊണ്ട് തന്നെ അതെല്ലാം ഡിഫറൻഷ്യബിൾ ആണ്. ഇനി y dash of t എന്നുള്ളത് എന്താ വരിക? e raised to, അതായത് -1/2 into -2 e raised to minus 2t എന്ന് വരും. -2 -1/2 കൂടി ക്യാൻസൽ ചെയ്താൽ e raised to minus 2t എന്ന് വരും when 0 less than or equal to t less than 1. ഇനി ഇവിടെ ഹാഫ് ഇൻറ്റു ഇ സ്ക്വയർ, ദാറ്റ് ഈസ് ടു ക്യാൻസൽ ചെയ്ത് പോകും. സോ മൈനസ് ഓഫ് ഇ സ്ക്വയർ മൈനസ് 1 എന്നുള്ളത് നമുക്ക് 1 മൈനസ് ഇ സ്ക്വയർ ഇ റേസ് ടു മൈനസ് 2t എന്ന് എഴുതാം വെൻ ടി ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇനി ഇവിടെ തന്നെ നമുക്ക് ഒരു കണ്ടതിൽ നോക്കിയാൽ മനസ്സിലാകും, അതായത് ടി ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ് ലെഫ്റ്റില് 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളിടത്ത് ഇ റേസ് ടു മൈനസ് 2t, ഇ റേസ് ടു
-2 എന്ന് വരും. അതേസമയം t ഗ്രേറ്റർ ദാൻ 1ൽ 1 മൈനസ് e സ്ക്വയർ e റേസ് ടു -2 എന്ന് വരും. സോ അറ്റ് t ഈക്വൽ ടു 1 ദിസ് ഇസ് നോട്ട് y ഡാഷ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. സോ ഇത് നമുക്ക് ആക്ച്വലി കാണേണ്ടത് ഇതുവരെയാണ്, അതായത് y ഓഫ് ടി ഈക്വൽ ടു സൊല്യൂഷൻ്റെ ഫോം എന്താണുള്ളത്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. Thank you all.